മൈ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് രാത്രിയായിരിക്കും ഓർ ഉറങ്ങുന്നതിന് മുൻപ് ഈ വീഡിയോ കാണാനാണ് എൻ്റെ സ്പിരിറ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ദാറ്റ്സ് എ മെസ്സേജ് ഐ ആം ഗെറ്റിംഗ് ഫ്രം മൈ സ്പിരിറ്റ്. ഓക്കെ, സോ ഇത് ഹൈലി സൈക്കിക് മെസ്സേജാണ്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഇതിൽ മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹിന്റ് ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, ഓർ എന്താണോ ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത് അത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇത് പാസ്. ഓൾറൈറ്റ്, ടെൽ മീ ഗൈസ്, നിങ്ങൾ എത്ര ആളുകൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ, എനിക്കിതാണ് വേണ്ടത്, ഓക്കെ ഇനി ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, ഞാൻ ഇതിലേക്കാണ് വരേണ്ടത്, ഞാൻ ഈ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കം ഓൺ, ഓർ ഇതാണ് എനിക്ക് വേണ്ടത്, ഓർ ഇതാണ് എൻ്റെത് എന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ സ്വപ്നം, ഇതാണ് എൻ്റെ ഡ്രീം എന്ന് തോന്നിയിട്ടുള്ള ആളുകളുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഹയോ വിഷൻ? ഡെഫിനറ്റ്ലി ചില ആളുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊരു ഹയോ വിഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്തിനാണ് ഇത് നിങ്ങളടുത്ത് രാത്രി കൂടുതൽ കാണാൻ പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇനീഷ്യലി പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ രാത്രി ആയിരിക്കാം കാണുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം നിങ്ങളിത് രാത്രി തന്നെ വീഡിയോ കാണണം എന്നുള്ളതല്ല. അതിനർത്ഥം നിങ്ങൾ രാത്രി എന്തോ, എസ്പെഷ്യലി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ചില കാര്യമുണ്ട്. നിങ്ങളുടെ ചില ആഗ്രഹത്തെ പറ്റി നിങ്ങൾ ഒരുപാട് അറിയാണ്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, അല്ലെ? അത് നിങ്ങളെ ഒന്നെങ്കിൽ അത് ലൈക്ക് നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഇതാണ് വേണ്ടത്, നിങ്ങൾ അതിലേക്ക് എത്താനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കണം. സോ ഇങ്ങനെയാണ് നിങ്ങൾ സൈക്കിക് മെസ്സേജ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഗൈസ്. എക്സാക്ട്ലി എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്? സോ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യത്തിൽ ഡിറ്റർമൈൻഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ്, റൈറ്റ്? ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഗോ ഹെഡ്, നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷനും അതാണ്. ഓക്കെ, സോ ഓക്കെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് അറിയാം ഇത് എന്റേതാണ്. അതിലേക്ക് എത്താനുള്ള സകല കഷ്ടപ്പാടും സകല യാത്രകളും നിങ്ങൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ഇൻറ്റൻസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നിങ്ങൾ ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരാൻ. ബട്ട് നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത് അത് ഓൾറെഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ യാത്രയിലുള്ള ഒരു കാര്യമാണ്. ഐ നോട്ട് ടെല്ലിങ്, ഓക്കെ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഡെസ്റ്റിനി ആയിരിക്കാം, നിങ്ങൾ കളക്ട് ചെയ്യേണ്ട കാര്യമായിരിക്കാം, ഓർ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങളുടെ ചില ഡിസൈറിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? ഒരു ക്ലിയർ ചില കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്ന വ്യക്തിയുടെ യൂണീക്ക് യാത്ര എന്താണെന്നുള്ളത് വാട്ട് ഐ ക്യാൻ സീ ഈസ് നിങ്ങളൊരു ട്രാവലറാണ്. ഓക്കെ, നിങ്ങളൊരു ഡ്രീമറാണ്, നിങ്ങളൊരു ട്രാവലറാണ്, നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സോളാണ്. ഫ്രീഡം വേണ്ടത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കില്ല. എസ്പെഷ്യലി നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് എത്ര നിങ്ങളെക്കാളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എത്താൻ തോന്നിയാൽ പോലും നിങ്ങൾ അതിലേക്ക് എത്തിച്ചെല്ലുന്ന ആളുകളാണ്. ഓക്കെ, നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് പറയാം. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തും. അത് വളരെ യൂണീക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ക്രിയേറ്റർ. എല്ലാവരും അങ്ങനെയാണ് നമ്മൾ പറയും, ബട്ട് പല ആളുകളും, എത്ര ആളുകൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്, എത്ര ആളുകൾ അവരുടെ ഒരു സോളിന്റെ ഒരു ഡിസൈറിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ട ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ട ഒരു കറേജസ് സ്റ്റെപ്പ് ലൈഫിൽ എടുക്കുന്നുണ്ട്, അല്ലേ? സോ എല്ലാവരും അങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. കം ഓൺ ഗൈസ്, സീ ഹൗ ആക്യുറേറ്റ് മൈ റീഡിങ് ഈസ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആക്ഷൻ എടുക്കുക, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ സോളിന്റെ ജേർണി ചൂസ് ചെയ്യുക. കം ഓൺ മൈ ഗൈസ്, യു ആർ മൈ പീപ്പിൾ ഗൈസ്. യു നോ വാട്ട് യു വാണ്ട് ഇൻ യുവർ ലൈഫ് ആൻഡ് യു ആർ ടേക്കിംഗ് ദ ആക്ഷൻ. Oh my God, I'm getting goosebumps. Seriously. Oh my God, this is so powerful. Oh my God. See guys, the path and the action. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ഗ്രേറ്റ് കൺഫർമേഷൻ ആണ്. എത്ര
ഒരു ഫ്രീ സോൾ ആണെന്നുള്ളത് മനസ്സിലാക്കൂ നിങ്ങൾ. ഓക്കെ, എത്ര ധൈര്യമുള്ള സോൾ, എത്ര ഫ്രീഡം വേണ്ട സോൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾക്കറിയാം എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളത് ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ അതിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൾ what I can say. That is all what I can say to you, my guys. Unexpected. Okay. സോ ഇത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നത്, പെട്ടെന്നാണ് നിങ്ങളുടെ പാത്തിന്റെ ഒരു ഡയറക്ഷൻ മാറിയിട്ടുള്ളത്, അല്ലെ? സോ ചില കാര്യങ്ങൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട്, ചില ആളുകൾ വന്നതിന്റെ ഭാഗമായിട്ട്, ചില ഇൻസൈറ്റ്, ചില സഡൻ അവയർനെസ്, ചില കാര്യങ്ങൾ പെട്ടെന്നാണ് നിങ്ങളെ ഇൻസ്പയർ ആക്കിയിട്ടുള്ളത് ആ ഒരു ആക്ഷനിലേക്ക് എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂമെന്റ്സും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ്സും നിങ്ങളുടെ ലൈഫിൽ തരുന്നുണ്ട്. സോ നിങ്ങൾ എന്താണോ കാണാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ എത്തിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. സോ ചില ആളുകൾക്ക് നിങ്ങൾ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള സോൾ ആണ്. സോ നിങ്ങൾ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ആയിക്കോട്ടെ, എത്താൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ ആയിക്കോട്ടെ, എത്താൻ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എവ്രിതിങ് ആ ഒരു റിസ്ക് ഇൻവോൾവ് ആണ്. ഓക്കെ, ആ റിസ്ക് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കേപ്പബിൾ ആണ്. ഓക്കെ, സോ പല ആളുകളും പേടിച്ച് പിന്മാറുന്ന, അല്ലെങ്കിൽ പല ആളുകളും ചിന്തിക്കാൻ പോലും പേടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയാണ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ആളുകളാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെ അത് ചില കാര്യങ്ങളോട് കണക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്നുള്ളത്. റൈറ്റ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു എയിമുള്ള ആളുകളാണ് നിങ്ങൾ. ദി മാസ്ക്യുലിൻ, ഈവൻ നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു സമയത്ത് ലീഡ് ചെയ്യുന്നത്, ഇറ്റ്സ് ലൈക്ക് മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിൽ ഒരു ഫെമിനൻ മാസ്കുലിൻ ഉണ്ട്, നമ്മളുടെ ഉള്ളിൽ ആ ഒരു ശിവശക്തി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫെമിനൻ ഓൾറെഡി ഒരു കാര്യം നിങ്ങളുടെ മാസ്കുലിനോട് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് നിങ്ങളുടെ ഡിസയർ ഓൾറെഡി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ഡീപ്പസ്റ്റ് ഡിസയർ, എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് നിങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ മാസ്കുലിൻ അവിടെ ആക്ടിവേറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആളുകൾ നിങ്ങളെ സെൽഫിഷ് എന്ന് വിളിച്ചോട്ടെ, ആളുകൾ നിങ്ങളെ മാഡ് എന്ന് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, നടക്കാത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നു, അതിനെ പറ്റിയിട്ട് പറയുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ചില കാര്യത്തിൽ എത്തണം, നിങ്ങൾക്ക് അതുപോലത്തെ ചില ആക്ഷൻ, അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ പ്രൊവൈഡർ എന്ന് പറയുന്നത്. ആൻഡ് അത് പെർഫെക്റ്റ്ലി അത് അവിടെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയും നമ്മളുടെ ഉള്ളിൽ വീടുണ്ട് എന്നുള്ളത്, അല്ലെ? നമ്മളുടെ ഉള്ളിൽ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ ശിവശക്തി ഉണ്ട്. ആ ശക്തിയാണ് നമ്മൾക്ക് വേണ്ട ഡിസയർ. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, ലൈക്ക് ഒരു ഹസ്ബൻഡ് വൈഫിന്റെ അടുത്ത് പറയുന്നത് പോലെ, ഓക്കെ, എനിക്ക് ഈ കാര്യം വേണം എന്ന് പറയുന്ന സമയത്ത് ആ മാസ്കുലിൻ അവിടെ റെഡി ആവാണ്, പ്രിപ്പയർഡ് ആവാണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ബിക്കോസ് മാസ്കുലിൻ ട്രസ്റ്റ് ചെയ്യും ആ ഫെമിനൻ പറയുന്ന കാര്യങ്ങളിൽ അത്രയും വിശ്വാസമാണ്. എന്ത് വായി തോന്നി പറയുന്ന സമയത്തോ ഞാനത് ചെയ്യാം എന്ന് പറയല്ല. ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ജെന്യൂൻലി നിങ്ങൾക്ക് അറിയാം ഈ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടതാണെന്നുള്ളത്. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. എക്സാക്ട്ലി ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതാണ് നിങ്ങളുടെ ഡിസയർ, ഇതാണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ, പേർപ്പസ്. ഓക്കെ, സോ നിങ്ങൾക്കതൊരു ഫ്രീഡം വേണ്ട കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതും. ഓക്കെ, സോ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അവിടെ എത്തിപ്പെടും, നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ കാര്യമാണ്. പിന്നെ എന്തിനാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും പല തടസ്സങ്ങളും നിങ്ങളെ ബോധർ ചെയ്യോ? ഒരിക്കലും ഇല്ല, അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പോസിബിലിറ്റി ഇല്ലാത്ത പ്ലേസിൽ പോലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത്. യു ആർ നോട്ട് ബോധേർഡ് അത് നടക്കോ ഇല്ലയോ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ അതിനെ പറ്റി ബോധർ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജും അതാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ടെൻഷൻ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി സറണ്ടർ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടേതായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയും ഓട്ടോമാറ്റിക് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി നിങ്ങൾ ബോധേർഡ് അല്ല, അത് എവിടെ നിങ്ങളെ കൊണ്ടെത്തിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീപ്പ് ഡൗൺ
നിങ്ങളുടെ ഡീപ്പ് മൈൻഡിലായിരിക്കും ഈ ഒരു കാര്യം അറിയുന്നുണ്ടായിരിക്കുക, ഒരു ഡീപ്പ് ലെവലിലായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, റൈറ്റ്? നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയില്ല നിങ്ങളുടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, എവിടേക്കാണ് നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, ഈ ഒരു ആഗ്രഹം നിങ്ങളെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് കോൺഷ്യസ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ്സ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഡിസയർ ആണ് നിങ്ങളെ ഇതുപോലുള്ള ഒരു ആക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് പലപ്പോഴും ഒന്നുകിൽ അത് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അത് എവിടെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ബോധർ ചെയ്യുന്നില്ല. നിങ്ങൾ അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ ഡീപ് ഡൗൺ നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്, റൈറ്റ്? എത്ര പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ദ ഹങ്കർ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, ആ ഒരു വിശപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെ? നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ വേട്ടയാടേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ആ ഒരു ക്രേവ് എന്നുള്ളത് അറിഞ്ഞോ അറിയാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, സോ അത് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ചൂടാക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഉറക്കം കെടുത്താന്ന് പറയില്ല, നമ്മളിങ്ങനെ സ്വെറ്റ് ചെയ്യുക, നിങ്ങളുടെ ശരീരം കൂടുതൽ ദാൻ യൂഷ്വൽ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഈവൻ ലൈക്ക് അത് എല്ലാവർക്കും ഒരേ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രീമിന്റെ പിറകെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു തോന്നലിന്റെ പിറകെ എന്തോ ഒരു കാര്യം നിങ്ങളെ ചില ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തോന്നാണ്, പക്ഷെ എന്ത് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കപ്പുറതില്ല എന്ന് പറയുമല്ലോ, ഉറങ്ങാനും പറ്റില്ല, ഒന്നും പറ്റുന്നുണ്ടാവില്ല, അല്ലെ? സോ ശരീരം നിങ്ങൾക്ക് വേർക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം വളരെ ഈവൻ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം എവിടേക്കോ ആക്ടിവേറ്റ് ആവുന്നുണ്ട്, റൈറ്റ്? എന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയാം, ഞാൻ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് എൻ്റെ ഒരു ഡ്രീം, എന്താണ് എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി അതല്ല, നിങ്ങൾക്ക് ചില ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്തിനാ നിങ്ങൾ ഇത് എടുക്കുന്നത് എന്നുള്ളത് അറിയില്ല. ബട്ട് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ എടുക്കുക, ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഗൈസ്, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ അവിടെ പവർഫുള്ളി ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം, നിങ്ങളുടെ സോളിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം, നിങ്ങളുടെ ഫെമിനിൻ എങ്ങനെ ആക്റ്റീവ് ആവുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വോട്ട് ഐ ക്യാൻ സേ ക്ലിയർലി ഈസ് ഗ്രൂപ്പ് നമ്പർ 1, എനിക്ക് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഫെമിനിൻ, നിങ്ങളുടെ ഉള്ളിലെ ഫെമിനിൻ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മാസ്കുലിൻ അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോയിട്ടും അത് സാധിച്ചു കൊടുക്കാനുള്ള ആക്ഷൻ എടുത്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ ഫെമിനിൻ അവിടെ ഡൗട്ട് ഇല്ല, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, അത് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല, അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവിന്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷന്റെ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ അത്രയും ഉറപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ മാസ്കുലിൻ, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്രൊവൈഡിങ് നേച്ചർ അത് ഒരു രീതിയിലും ഡൗട്ട് ചെയ്യുന്നില്ല. ആൻഡ് അത് ഓൾറെഡി അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക, ലൈക്ക് ഇത് മേ ബി ലൈക്ക് ഇത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അത്രയൊരു ആഗ്രഹമുള്ളത്, മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം, ചില ആളുകൾക്ക് എന്താണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കണം, ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്, ഇത് എത്ര നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് എനിക്ക് ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു എനർജി, ലൈക്ക് ഒരു എക്സൈറ്റ്മെന്റ്, എൻ്റെ ഗൂസ് ബംസ് ഒക്കെ ഇതിനുള്ളൊരു തെളിവാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു.